അനന്തൻ, കോടതിയുമായി ബന്ധപ്പെട്ട് ഉത്തരവിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാണോ? ഇനിയിപ്പോൾ ഒറ്റ ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമോ അതോ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ഏതായാലും കേരള പോലീസിന്റെ, അതായത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ സംഘങ്ങൾ രാഹുലിനെ തേടി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി വലവിരിച്ചിട്ടുണ്ട്. കേരളത്തിലെമ്പാടും പോലീസിന്റെ നിരീക്ഷണമുണ്ട്. ഏതെങ്കിലും കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കീഴടങ്ങാൻ വരുമോ എന്നുള്ളത് ആകാംക്ഷയോടെ നോക്കിക്കാണുന്നുണ്ട്. അതല്ല, തൊട്ടില്ല എന്ന മട്ടിൽ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് കേരള പോലീസിന്റെ സംഘമുണ്ട്. അവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിയിടം കണ്ടെത്തി അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധിയുടെ പൂർണ്ണമായ പകർപ്പ് അല്പസമയത്തിനകം വരും. അതിന്റെ ഡീറ്റെയിൽസും മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വരും. ഏതായാലും ഒറ്റ വാക്കിലാണ് കോടതി 2:20 ഈ മറുപടി നൽകിയത്. അതായത് മുൻകൂർ ജാമ്യത്തിൽ വിധി പറഞ്ഞത് മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ മാത്രമാണ് ഓർഡർ പറഞ്ഞത്. അതിനുശേഷം വിശദമായ ഓർഡർ ഇപ്പോൾ പുറത്തു വരും. അതായത് അനന്തൻ, ഒരു കാര്യം രാഹുലിനെ സംബന്ധിച്ചോളം ഈ അന്വേഷണ സംഘത്തിന് കൂടുതൽ പണി ഒരുക്കാതെ ഏറ്റവും പെട്ടെന്ന് കീഴടങ്ങുക, അത് പോലീസിന് മുന്നിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിക്ക് മുന്നിൽ, അതായിരിക്കുമല്ലേ ഇനി അഭികാമ്യമായ കാര്യം? തീർച്ചയായിട്ടും. അതായത് പോലീസ് രണ്ട് കാര്യം ഇതിൽ നിർണായകമാണ്. പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, അത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് ഇന്നലെ രാവിലെയാണ് ഈ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. അതിനകത്ത് കൃത്യമായി പോലീസ് പറഞ്ഞിരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റുന്ന ശക്തമായ തെളിവുകൾ ഈ 2 ദിവസത്തെ അന്വേഷണത്തിൽ ഞങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2 ഫ്ളാറ്റുകളിലായി ബലാത്സംഗം നടന്നു എന്നുള്ളത് സംബന്ധിച്ച് ഫോറൻസിക് പരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷമാണ് കോടതിയിൽ പോലീസ് പറഞ്ഞത് തെളിവുണ്ട്. രണ്ടാമത്തത് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് ഫോൺ ടവർ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ജോബി ജോസ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്ത് ഈ ഗുളികയുമായി ഈ പെൺകുട്ടിയെ അതിജീവിതയെ വന്ന് കണ്ടിരുന്നു എന്നതിന് തെളിവുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ടിൽ കോടതിയിൽ അറിയിച്ചത്. ഏതായാലും അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കി. കാരണം ആ തെളിവ് അങ്ങനെ സാധാരണ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഉത്തരവിന്റെ പൂർണ്ണരൂപമാണ് എല്ലാ പ്രേക്ഷകരും ഇനി കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യം, ഈ രാഹുലിന്റെ മുൻകൂർ ജാമ്യം തള്ളി രാഹുലിനെ പുറത്താക്കിയ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. CPM നേതാക്കൾ, CATU നേതാക്കളൊക്കെ തന്നെ പടക്കം പൊട്ടിക്കാൻ തയ്യാറെടുക്കുന്ന ദൃശ്യമാണ് നമ്മൾ വഞ്ചിയൂരിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ കൂടി തുടരുന്നുണ്ട്. അമൽ, അടുത്ത എല്ലാവരുടെയും ചോദ്യം രാഹുൽ എവിടെയുണ്ടാകും, രാഹുലിനെ എപ്പോൾ അന്വേഷണ സംഘം പിടികൂടും, അതല്ല രാഹുൽ കീഴടങ്ങുമോ ഏതെങ്കിലും കോടതിയിൽ എന്നുള്ളതാണ്. രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇപ്പോൾ എവിടെയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു തവണ ഫോൺ റിങ് ചെയ്തതായി മനസ്സിലാക്കുന്നു. പുതിയ വിവരം ലഭ്യമാകുന്നുണ്ട്. സ്ഥിരീകരണം എന്താണ്? പ്രതീക്ഷ, രാഹുലിന്റെ ഫോൺ ഒരു ഘട്ടത്തിലും ഓഫ് ആയിരുന്നില്ല. ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു ബെല്ലിന് ശേഷം ആ ഫോൺ കട്ടാവുകയാണ്. രാഹുലിനെ വിളിക്കാൻ നിരന്തരമായി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും രാഹുലുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അതിപ്പോൾ സ്വാഭാവികമാണ്. ആ ഫോൺ മറ്റെവിടെയോ ആണ്. രാഹുലുള്ള സ്ഥലത്ത് ആ ഫോണില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അല്ല എങ്കിൽ ഇതിനോടകം തന്നെ രാഹുലിനെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞേനെ. ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിൽ സ്വാഭാവികമായും രാഹുലിനെ കണ്ടെത്താൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ആ ഫോൺ ഓണായി ആദ്യ ബെല്ലടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു കോളർ ടൂൺ ഉണ്ട്, അത് കേട്ടതിന് ശേഷം ആ കോൾ കട്ടാകുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും നിലവിൽ രാഹുലിനെ വിളിക്കുമ്പോൾ, രാഹുലിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉള്ള പ്രതികരണം ഇത്തരത്തിലാണ്. നമുക്ക് രാഹുലിനെ വിളിക്കുമ്പോൾ കേൾക്കുന്നത് ഇങ്ങനെയാണ്: താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഫോൺ എവിടെ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ നിഗമനവുമില്ല. ആ ഫോൺ പാലക്കാട് എവിടെയോ ഉണ്ട്, പക്ഷേ രാഹുൽ അവിടെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. രാഹുൽ ഇനി കീഴടങ്ങുമോ അതോ ഈ പറയുന്ന അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. എന്തായാലും രാഹുലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുന്നു, പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. എന്തുകൊണ്ട് ഈ നടപടി വൈകി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച നേതാക്കളെ പോലും മറികടന്നുകൊണ്ട് ഈ തീരുമാനം ഇങ്ങനെ വൈകിപ്പിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുലിനെ തുടക്കത്തിൽ തന്നെ കൈവിട്ടു. അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല രാഹുലിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. കെ മുരളീധരനാണെങ്കിൽ ഒരു പടി കൂടി കടന്ന് അതിവൈകാരികമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ശക്തമായ നടപടി ഉണ്ടാകണം, പുറത്താക്കണം എന്നുള്ള നിലപാട് തന്നെയായിരുന്നു കെ മുരളീധരന്. പക്ഷേ ആ ഒരു നിലപാടിലേക്ക് എത്താൻ പാർട്ടിക്ക് ഇത്രയും വൈകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് രാഹുലിനോട് പാർട്ടി ആവശ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഹുലുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലെല്ലാം ഈ നമ്പർ, അതായത് ഈ ഫോൺ ഉറപ്പായും
ഈ പറയുന്ന പാലക്കാട് എവിടെയെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഫോൺ switch off ആയിരുന്നു ഇതുവരെ. ഇല്ല. ഈ തുടക്കത്തിൽ തന്നെ ചില മാധ്യമങ്ങളൊക്കെ ഈ ഫോൺ ഓഫായിരുന്നു എന്ന വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ ഈ ഫോണിൽ തുടക്കം മുതൽ, ആദ്യ ഘട്ടം മുതൽ രാഹുൽ ഈ ചുവന്ന പോളോക്കാരിൽ അവിടെ നിന്നും പോയ ഘട്ടത്തിൽ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയ ആ ഘട്ടം മുതൽ നമ്മൾ വിളിക്കുന്നതാണ്. ആ സമയത്തെല്ലാം രാഹുലിന്റെ ഔദ്യോഗിക ഫോണാണ്. ഔദ്യോഗിക ഫോണാണ്. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷ, ഈ ഫോൺ രാഹുൽ ഓഫാക്കിയിട്ടില്ല നേരത്തെ, ഇത് ഉപേക്ഷിച്ചിട്ടായിരിക്കും പാലക്കാട് നിന്ന് കടന്നു കളഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിപ്പോഴും ഓൺ തന്നെയാണ്. അതായത് വരിക സഹചര്യ എന്നുള്ള ആദ്യത്തെ ഒരു വരി കേട്ടതിന് ശേഷം പിന്നീട് പറയുന്നത് താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ബിസിയാണ് എന്നുള്ള. കാരണം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഈ ഫോൺ ഉണ്ടെങ്കിൽ അത് ഓൺ ആവുകയാണെങ്കിൽ ആ നിമിഷം അറസ്റ്റാണ്. കാരണം പോലീസ് മുഴുവൻ ഫോണും ട്രാക്ക് ചെയ്തിട്ടേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ കോളും അല്ലെങ്കിൽ ഫോണും അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണൊന്നും കയ്യിലില്ല എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ സൈബർ വിങ് ഒക്കെ പറഞ്ഞിരുന്നത്. കാരണം അവരെല്ലാം ട്രാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അയാൾ പോയിരിക്കുന്നു. അയാൾക്ക് ആശയവിനിമയം നടത്താൻ മറ്റൊരു സംവിധാനം പാരലായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ ഫോൺ പാലക്കാട് തന്നെ ആയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ഓണാക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ലല്ലോ ഈ ഘട്ടത്തിൽ. എന്തായാലും രാഹുൽ ഉള്ള സ്ഥലത്ത് രാഹുലിന്റെ കൈവശം എന്തായാലും ഈ ഫോൺ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളുടെ സൈബർ ടീമിന് അത് പിടിക്കുന്നതിന് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഏറ്റവും ആദ്യം ഒരു പ്രതി എന്നൊരാളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏറ്റവും ആദ്യം പോലീസ് ചെയ്യുന്ന കാര്യം ഫോൺ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാനാണെങ്കിൽ രാഹുലിനെ കണ്ടെത്തുക നേരത്തെ തന്നെ നടക്കുമായിരുന്നു. പക്ഷേ ഒരു കാര്യം, രാവിലെ ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രേസ് ചെയ്യുന്ന അന്വേഷണ സംഘത്തിന്, അതായത് രാഹുൽ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെങ്കിലും എവിടെയെങ്കിലും വന്ന് അവിടെ എവിടെയെങ്കിലും ഒരു കോടതിയിൽ കീഴടങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അത്തരം ചില വാർത്തകളൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ? രാഹുലിന് പിന്നാലെ അന്വേഷണ സംഘം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് രാഹുലിനെ പിടികൂടാനുള്ള ഒരു സാഹചര്യം സാധ്യമാണോ? അനന്തൻ, പ്രതീക്ഷ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി പോലീസിന്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രാഹുൽ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നതനുസരിച്ച് കർണാടകയിലുണ്ട്. ബംഗളൂരുവിൽ എത്തിയതിൽ സംബന്ധിച്ച് ചില വിവരങ്ങളുണ്ട്. കാരണം ബംഗളൂരുവിൽ അഭിഭാഷകയുമായി അയാൾ ആശയവിനിമയം നടത്തിയതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കഴിഞ്ഞ 2 ദിവസമായി പോലീസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ 6 മാസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിൽ ബന്ധപ്പെടാൻ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ലിസ്റ്റ് സർവേലൻസിൽ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കോൺടാക്റ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ബാംഗ്ലൂരുവിൽ എത്തി എന്നുള്ളൊരു വിവരം പോലീസിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ കർണാടക ബംഗളൂർ പരിസരത്ത് ഇയാളുണ്ട് എന്നുള്ളത് പരിശോധിച്ചിരുന്നു. പക്ഷേ ഈ കേസ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കേസ് തെള്ളിയാൽ, ഈ മുൻകൂർ ജാമ്യം തെള്ളിയാൽ എന്ത് ചെയ്യണമെന്നൊരു പ്ലാൻ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് കാണും. അതൊരു പക്ഷേ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ഫോർവേഡ് ചെയ്യുന്നത് വരെ ഒളിച്ചിരിക്കാനുള്ള ഒരു പദ്ധതിയായിരിക്കും. അതല്ലെങ്കിൽ ഒരു പക്ഷേ തനിക്കിനി ഒളിച്ചിരിക്കാൻ പറ്റില്ല, പൂർണ്ണമായും തൻ്റെ വഴികൾ പോലീസ് നിറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ എവിടെ കീഴടങ്ങണം, അതല്ല അറസ്റ്റിന് വേണ്ടി എവിടെ സജ്ജമാകണം എന്നുള്ള കാര്യവും അയാൾ തീരുമാനിച്ചിരിക്കും. പക്ഷേ അതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നോക്കുന്നത്. കൃത്യമായി അമലിലേക്ക് കൂടി പോവുകയാണ്.